നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പറ, എന്തിനായിരുന്നു എന്നോട് ഇത്രയും വലിയ ചതി ചെയ്തെന്ന്? രോഹിത്തിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അത് വെച്ചോണ്ടാ രോഹിത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എവിടെ കഴി തിരക്കിട്ട് പോന്നേ? ഞാൻ എന്താ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് നീ നിന്റെ പിന്നിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ആ കത്ത് പറഞ്ഞില്ലേ ശ്യാമേ? എന്താടി ഇത്? ഇതിൽ നീ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണോ? ആണോന്ന്? ഇതിൽ നീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ എന്തിനായിരുന്നു ശ്യാമേ എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ച് ഈ ആട്ടമൊക്കെ അടിച്ചത്? ഒരൽപ്പം വിഷം വാങ്ങി ചോറിലോ ചായയിലോ ചേർത്ത് തന്ന് എന്നെ അങ്ങ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാളും അന്തസ്സുണ്ടായിരുന്നല്ലോ. നീ ആണും പെണ്ണും കെട്ടവനെ പോലെ ജീവിപ്പിച്ചില്ലേ എന്നെ? ലോകത്തിൽ ഏതെങ്കിലും ഒരു ആണു സഹിക്കോടി? ചതിയും വഞ്ചനയും മാത്രമല്ലല്ലോ നീ എന്റെ അടുത്ത് കാണിച്ചത്. എന്റെ ജീവന്റെ ജീവനായി എല്ലാം ഞാൻ സ്വന്തം എന്ന് കരുതി താലോലിച്ച് കൊണ്ടുവന്നതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നീ എന്റേതല്ലാതാക്കിയില്ലേ? എടി, എങ്ങനെയാടി ഞാനിതൊക്കെ ക്ഷമിക്കുന്നേ? എങ്ങനെയാ കിടന്നാൽ എനിക്ക് ഉറക്കം വരിക? ആത്മഹത്യ ചെയ്യാത്തത് എന്താണെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാ ഇപ്പൊ ഈ കടന്നു പോകുന്നത്. ചതിയും വഞ്ചനയും മാത്രമല്ല, എന്റെ വിശ്വാസങ്ങളെ കൂടിയാ നീ ഇവിടെ ഒരു തുണ്ട് പേപ്പറിൽ തകർത്തെറിഞ്ഞത്. അത് ഞാൻ എന്റെ മാനസികാവസ്ഥയിൽ എഴുതി പോയതാ. ഇതില് സത്യമല്ലെന്നായിരിക്കും അല്ലേ? നീ നിന്റെ ഈ പുഴുത്ത നാവ് കൊണ്ട് നീ ഇനി ന്യായീകരിക്കരുത് ശ്യാമേ. എല്ലാം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും മരിക്കാതെ പിടിച്ചു നിൽക്കുന്ന ഒരാളാ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി നീ എന്റെ മുമ്പിൽ നിന്ന് നാടകം ആടരുത്. ആടിയാൽ എന്റെ കൺമുമ്പിൽ നിന്ന് നീ ജീവനോടെ പോകില്ല. എന്താടി ഇതൊക്കെ? ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു കുടുംബത്തിലുള്ളവരെ മുഴുവൻ പറ്റിക്കുക. എന്നിട്ട് ചേച്ചി പ്രസവിച്ച കൊച്ചിനെ രഹസ്യമായി വാങ്ങിച്ച് ഭർത്താവ് പോലും അറിയാതെ താൻ പ്രസവിച്ച കൊച്ചാണെന്ന് പറഞ്ഞ് വളർത്തുക. ഇതിനൊക്കെ ചതിന്നല്ലാതെ പിന്നെ മറ്റെന്ത് വാക്കടി പറയുക? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.